ആദ്യമായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ കൊണ്ടുവന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് രഞ്ജിത്ത് PR. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നും വരുന്നു. എനിക്ക് ആദ്യമായി എൻ്റെ മകളുടെ ഒരു രോഗശാന്തിക്ക് വേണ്ടിയുള്ള അതിനുവേണ്ടിയായിരുന്നു ഞാൻ ഈ അൾത്താരയിലും ഈ മാതാവിനെയും അറിയുവാൻ സാധിച്ചത്. എൻ്റെ മകൾക്ക് ആസ്മയുടെ അസുഖമായിരുന്നു, അലർജിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നാളായിട്ട് കുറേ ഹോസ്പിറ്റലുകളിലും കയറി പല തവണ പല ഡോക്ടർമാരെ കാണിച്ചും എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അത് ഡോക്ടർമാരുടെ അടുത്തും സംസാരിച്ചു എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് പറഞ്ഞ് 4 ദിവസം കൂടുമ്പോഴും അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്ത് 5ഉം 6ഉം ദിവസം കഴിയുമ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും 1 ദിവസം കഴിയുമ്പോഴത്തേന് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടിയ അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ആദ്യമായി കൊണ്ടുപോയി കഴിഞ്ഞ് അവിടുന്നെയാണ് ഈ രോഗം എനിക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്നതും മനസ്സിലാക്കി തരുന്നതും. അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മകളെ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കോഴഞ്ചേരി മുത്തൂറ്റ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പത്തനംതിട്ട കാണിച്ചു. അങ്ങനെ ലാസ്റ്റിൽ ഞങ്ങളെ അടുത്ത ഏരിയ ആയതുകൊണ്ട് റാന്നിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഒരു മർത്തോമ്മ ഹോസ്പിറ്റലിൽ അവിടെ പീഡിയാട്രിഷ്യനായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് എനിക്ക് ഒരു പത്രം കൊണ്ടുവന്നിട്ട് ആദ്യം ഇത് എൻ്റെ അടുത്ത് തന്നു. അപ്പം ഉടമ്പടി എടുക്കണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പത്രം ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിനു മുമ്പായിട്ട്. ഹോസ്പിറ്റലിലിരിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് കൂടുമ്പോഴും എപ്പോഴും എന്നെ ഈ പത്രം കൊണ്ടു തരുമ്പോൾ അത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ഈ ആശുപത്രിയിൽ വെള്ളമെടുക്കാനും അതിനും ഇതിനുമൊക്കെ ഇങ്ങനെയായിട്ട് വരുമ്പോൾ ഞാൻ ഈ പത്രം ഓരോന്ന് എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ഇത് വായിക്കുമായിരുന്നു. അപ്പം അവിടുന്ന് ഒരു കുറവുമില്ല. കുറവ് വരാതിരുന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ 2ഉം 3ഉം ഡോക്ടർമാർ വന്നിട്ട് കുഞ്ഞിന് കുറവില്ലാതെ ടാബ്ലറ്റ് കൊടുക്കുന്നു, ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. രാത്രിയിൽ 1:30-2 മണിയാവുമ്പോഴത്തേന് മകൾക്ക് കൂടുകയാണ്, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ സ്റ്റേജ് വന്ന് അതുപോലെ ഇരിക്കുന്ന സമയത്തും നമുക്കും ആകെപ്പാടെ എല്ലാ വെപ്രാളവും ഇതുണ്ടാകാറുണ്ട്. ലാസ്റ്റിൽ എൻ്റെ അടുത്ത് ഡോക്ടർ ഒരു ദിവസം രാവിലെ 10 മണിക്ക് കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, രഞ്ജിത്ത് ഇങ്ങോട്ട് വന്ന് ഈ പത്രം എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇതുപോലെ കൃപാസനം എന്നൊരു സ്ഥലമുണ്ട്, അത് എനിക്കറിയില്ല, ആലപ്പുഴ ജില്ലയിലാണ്, അമ്മ മാതാവിൻ്റെയാണ്. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിലും എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ല. കാരണം എനിക്കത് അറിയത്തില്ല. ഉടമ്പടി എന്താണെന്ന് എനിക്ക് പറയാനും അറിയില്ല. ഉടമ്പടി എന്നുള്ള ഒരു വാക്ക് കേട്ടപ്പം അതിൽ ഉടമ്പടി എന്താണ്, അല്ലെ ഇതിൻ്റെ പൊരുളെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ സിസ്റ്ററുടെ അടുത്ത് ഈ കാര്യം ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ കൃപാസനമുണ്ട്, അവിടെ പോയി ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് വരണം, അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അതും പ്രകാരം ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ അവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് അവിടുന്ന് ഉള്ളിൽ കയറി അൾത്താരയുടെ ഇവിടെ വന്നിട്ട് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഒരു സിസ്റ്റർ ചോദിച്ചു, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞ് എൻ്റെ മകളുടെ ഇത് ആവശ്യമാണ്, ഇതുപോലെ വയ്യാതെ ബുദ്ധിമുട്ടാണ്, ഞാൻ 2 ദിവസം കൂടുമ്പോഴും 3 ദിവസം കൂടുമ്പോഴും ഞാൻ ഈ ശ്വാസം കിട്ടുന്നില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുന്നതുകൊണ്ടാണ് എനിക്ക് അവിടെ ഈ രാത്രി മുഴുവനും ഉറക്കളയ്ക്കുമ്പോഴും കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന സമയം കൊണ്ട് ഞാൻ അതുവഴി വന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞ് സിസ്റ്റർ എന്നോട് പറഞ്ഞു, അത് സൗഖ്യം പ്രാപിക്കും, കുഴപ്പമില്ല, അത് മാറിക്കോളുമെന്ന് പറഞ്ഞു. ഞാൻ ആ വിശ്വാസത്തിൽ നേരെ വീട്ടിലേക്ക് പോയി. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു, ഞാനിതുപോലെ പോയി എനിക്ക് ഇവിടുന്ന് കാശ് രൂപ അതെല്ലാം കാണിച്ച് ഞാൻ സിസ്റ്ററുടെ അടുത്തും കാണിച്ചു.
അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ഈ അൾത്താരയിൽ കുഞ്ഞ് നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് എൻ്റെ യേശുദേവനും എൻ്റെ അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ചെന്ന് എനിക്ക് നല്ലപോലെ എനിക്ക് ബോധ്യമായി. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ആ കുഞ്ഞിന് ഇതുവരെയും അതൊരു ശ്വാസം മുട്ടൽ വന്നാലും അത് ഒരു ദിവസം എടുക്കത്തില്ല. അതിനിപ്പുറം തന്നെ വീട്ടിൽ വെച്ച് തന്നെ അത് സൗഖ്യം പ്രാപിച്ച് മാതാവിൻ്റെ തൈലവും തേനും കൊടുക്കുന്ന കാരണം അത് പിന്നെ രണ്ടാമത്തെ ആ ദിവസം വരുന്നില്ല. അതുകൊണ്ട് മാറി മാറി പോകുന്നു. ഇതുവരെയും അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുമില്ല. അതിന് എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമതായി എനിക്ക് ഒരു ജോലി വേണമെന്നും പറഞ്ഞ് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാനൊരു നിയോഗം വെച്ചായിരുന്നു. അത് അമ്മ മാതാവ് എനിക്ക് താൽക്കാലികമായിട്ട് എനിക്കൊരു ജോലി തന്ന് എന്നെ അതിനും അമ്മ മാതാവ് സഹായിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ തിരുക്കുമാരനും അമ്മ മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് അത് സ്ഥിരമാക്കി തരാനും ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ തന്നെ നിയോഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. പിന്നീട് എനിക്ക് ബന്ധുവിൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് എൻ്റെ അളിയന് വേണ്ടി ഞാൻ എയർപോർട്ടിൽ ഒരു വാഹനത്തിൽ ഞങ്ങൾ 5 പേര് യാത്ര ചെയ്തിട്ട് തിരികെ വരികയാണ്. ആ വരുന്ന സമയത്ത് വലിയ ഒരു മഴയുടെ കോള് വന്നു. വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് മേഘമെല്ലാം കറുത്ത് ഇതായി. അപ്പം സമയം ഒരു 2 മണി കഴിഞ്ഞു പകൽ. ആ സമയത്ത് പെട്ടെന്നൊരു വളവായിരുന്നു. വണ്ടി സ്പീഡിൽ വരുന്നത് കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ മഴയുടെ അടുത്തതിൻ്റെ കാരണം എല്ലാവരും ഇതിൻ്റെ ചില്ലങ്ങ് താത്തു. അപ്പം പെട്ടെന്ന് ഇരുട്ട് പോലൊരു ഇത് വന്നു. പെട്ടെന്നാണ് വണ്ടി കൺട്രോൾ തിരിഞ്ഞിട്ട് നേരെ റോഡിൽ കിടന്ന് 3 വട്ടം കറങ്ങിക്കഴിഞ്ഞിട്ട് ഇത് മുന്നോട്ട് ദിശ പോകേണ്ട ദിശ നേരെ ഓപ്പോസിറ്റായിട്ട് അപ്പം അതിനകത്തിരുന്നിട്ട് എൻ്റെ വണ്ടിയിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഫോട്ടോ മുന്നിൽ വെച്ചിട്ടുണ്ട്. കൃപാസനം പത്രം വെച്ചിട്ടുണ്ട്. അതെപ്പോഴും വെച്ചുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തിരിയുന്ന സമയത്ത് ഞാൻ അമ്മയെ മാതാവേ എന്നൊന്ന് വിളിച്ചു. അതുമാത്രം എനിക്കറിയാം. അപ്പം ഈ വണ്ടി പുറമോട്ട് കണ്ടു. ഉരുണ്ട് കഴിഞ്ഞിട്ട് ഒരു 40 അടി താഴ്ചയുള്ള ഒരു കൊക്കയിലേക്കാണ് ഇത് മറിയുന്നത്. അതിനകത്ത് കൊച്ചു പിള്ളേർ 7 വയസ്സുള്ളതും 12 വയസ്സുള്ളതും 2 കൊച്ചു കുഞ്ഞുങ്ങളുമുണ്ട്. ബാക്കി ഞങ്ങൾ 3 പേരാണ്. അപ്പം 5 പേരാണ്. അപ്പം അമ്മയെന്ന് ഞാൻ വിളിച്ചു. ആ വിളി അമ്മ കേട്ടു. ആ കേൾവി കൊണ്ട് അമ്മ ആ വണ്ടി ആ കൊക്കയിലോട്ട് പുറകോട്ട് തന്നെ ചെറുകെ ഉരുളാൻ തുടങ്ങി. അപ്പോൾ ഈ ഉരുളുന്നതും എനിക്കറിയാം. 40 അടി വരെ ആ വണ്ടി ഉരുണ്ട് താഴെ നിലം പതിച്ചില്ല. പടങ്ങലിൽ വന്നിട്ട് അവിടെ പുറമോട്ട് പോകാതെ അവിടെ സ്റ്റോപ്പായി കഴിഞ്ഞപ്പോഴത്തേന് 40 അടിയോളം താഴ്ചയിലായി കഴിഞ്ഞപ്പോഴാണ് ഈ മക്കൾ 2 പേരും ആ സമയത്താണ് എന്താ മാമാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല കുഞ്ഞെ, നമ്മൾ അമ്മ മാതാവ് മുന്നിൽ അമ്മ മാതാവിൻ്റെ ആ ഫോട്ടോ ഒരു ചലനം പോലും ഇല്ലാതെ ഈ 40 അടി പോയിട്ട് അതിന് തിരിവോ ഈ പത്രം മാറിപ്പോകുകയോ താഴെ വീഴുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അമ്മയെന്ന് ഞാൻ അതിനു മുമ്പ് വിളിച്ചു. ആ വിളി ഈശോയും എൻ്റെ അമ്മ മാതാവും അത് കേട്ടു. അതിനെ തിരിച്ച് ഞങ്ങൾ ഡോറ് തുറന്ന് വെളിയിൽ കഴിഞ്ഞപ്പം ആർക്കും ഒരു പോറൽ പോലും സംഭവിച്ചില്ല. ഈ 40 അടി താഴ്ചയിൽ പോയി കഴിഞ്ഞപ്പോഴും ഒരു പോറൽ പോലും കൂടാതെ ഞങ്ങൾ വീണ്ടും അമ്മ മാതാവും ഈശോയും എന്നെ അവിടെയും രക്ഷിച്ചു. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. വേറെ എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങളായിട്ടുണ്ട്. എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ ഒരിടെ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് എനിക്ക് പത്തനംതിട്ട പോയി എൻ്റെ ശബരിമല ഏരിയയുടെ അടുത്തുനിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് പോകുമ്പോൾ ഞാൻ ഇന്നും പോകുന്നത് രാത്രിയിൽ എനിക്കറിയാം 3 മണിയോളം ആകും, അല്ലെ 2 മണി സമയമാകും. കാട് വഴിയാണ് പോകുന്നത്. മൃഗങ്ങളുടെ ശല്യമുണ്ട്. ഇതെല്ലാം കാരണം കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടാണ് ഞാൻ വണ്ടി പോകുന്നത്.
ഞാനിപ്പം വണ്ടി കൊണ്ടിട്ടേക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നിന്നാണ് ഞാൻ ട്രെയിൻ കയറി വന്നത്. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ കാട് വഴിയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കിയിട്ട് തിരിച്ചു പോയി കഴിയുമ്പോൾ കാട്ടിൽ കയറാൻ 20 മിനിറ്റ് കാടിൻ്റെ വശത്തൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആനയും അവിടെ കടുവയും എല്ലാം വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പം ഒരു വണ്ടിയും ഇല്ല. പെട്ടെന്ന് ഒരു വളവ് കഴിഞ്ഞപ്പം മഴയും ഉണ്ട്, കാട്ടിലോട്ട് കയറാൻ പോയി. അപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ ഗ്ലാസ്സും മൊത്തം താത്ത് ലോക്ക് ഇട്ടേക്കണം, എന്തെങ്കിലും സാഹചര്യം കാട് കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ ചില്ല് തുറന്നിടാവും. അപ്പം ഒരു വളവ് കഴിഞ്ഞപ്പം കാടിൻ്റെ വശത്ത് കയറി കാട്ടിലോട്ട് തിരിയുമ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അന്ന് രാത്രി അവിടുന്ന് വണ്ടി എടുത്തപ്പം തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നത്. അവിടുന്ന് ഞങ്ങൾ പറഞ്ഞു, മുന്നിൽ അമ്മേ ഞങ്ങൾക്ക് മുമ്പിലൊരു വാഹനം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, റോഡിൽ ഒരു വാഹനം പോലും ഇല്ല. അപ്പം ഞങ്ങൾക്ക് ഉൾഭയം കുഞ്ഞുങ്ങൾക്കും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആ ഉൾഭയം മാറ്റി കിട്ടും. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പെട്ടെന്ന് പറഞ്ഞു, അമ്മേ ഒരു വാഹനമെങ്കിലും കാണിച്ചു തരണമെന്ന്. ഈ വളവ് നൂർന്നതല്ല, മുന്നിൽ അപ്രത്യക്ഷമായിട്ടൊരു വാഹനം. ആ വാഹനം കണ്ടു കഴിഞ്ഞ് എവിടുന്ന് വന്നെന്നറിയത്തില്ല. ഈ വളവ് നൂർന്ന് അതുവരെ ഇല്ലാത്ത രാത്രി 11:30 സമയം, കാട് കയറിക്കൊണ്ടിരുന്നപ്പം ആ സമയം അമ്മയോട് ചോദിച്ചപ്പം ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് ഈശോയും അമ്മയും എനിക്ക് അത്ഭുതം പോലെ തന്നെ ആ മുന്നിൽ കാണിച്ചു തന്നു. ആ അത്ഭുതത്തിൻ്റെ മുന്നിൽ അമ്മ മുന്നോട്ട് നയിച്ച് ഞങ്ങൾ കാട് കഴിഞ്ഞ് ജനപ്രദേശം തുടങ്ങുന്നിടം വരെ കൊണ്ടുവിട്ടു. അവിടുന്ന് നേരെ ആ വണ്ടി തിരിഞ്ഞ് മറ്റ് റോഡ് വഴി തിരിഞ്ഞു പോയി. അവിടെ വരെ ഞങ്ങൾക്ക് അമ്മ മാതാവ് കൂട്ടായിട്ട് അവിടെ വരെ വന്ന് തിരിഞ്ഞ് ഞങ്ങളും പിന്നെ വീട്ടിൽ വന്നു. അതുപോലെ അതും എനിക്കൊരു സാക്ഷ്യമായിട്ട് ഞാൻ ഈ അൾത്താരയിൽ അമ്മ മാതാവിനും തിരുക്കുമാരൻ്റെ മുന്നിൽ ഞാൻ ഇത് സമർപ്പിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും എൻ്റെ കുടുംബവുമായിട്ട് പത്രങ്ങളും എല്ലാ പ്രദേശത്തും പത്രം കൊടുക്കാറുണ്ട്. പത്രം കൊണ്ട് പോയി പലയിടത്തും എനിക്ക് ആക്ഷേപങ്ങളും പല സാഹചര്യങ്ങളും എനിക്ക് ഒരുപാട് നേരിട്ടിട്ടുണ്ട്. എന്നെ കളിയാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ പത്രം എടുത്ത് മാറ്റി എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ ആൾക്കാർ ഈ കഴിഞ്ഞ മാസം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ നേരിട്ടായാലും ഞാൻ അതിനൊന്നും കാര്യമാക്കത്തില്ല. അവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇപ്പം തന്നെ ഞാൻ ഓട്ടോയിൽ വന്നപ്പം ഇതുപോലെ പേപ്പർ കൊടുക്കുന്നൊരു ഇത് വന്നു. ഒരാൾ സംസാരിച്ച് കഴിഞ്ഞപ്പം ഞാനത് പറഞ്ഞു. അത് എനിക്ക് അനുഭവമുള്ള എൻ്റെ മോൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ അനുഭവം മുഖാന്തരമല്ല ഈ പേപ്പറിൽ ഈ സാക്ഷ്യം. ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾ ഓരോരുത്തരും വന്ന് ഈ സാക്ഷ്യം അമ്മ മാതാവിൻ്റെ ഈ സാക്ഷ്യം പറയുന്നത് കൊണ്ടല്ലേ ഈ പത്രത്തിലും ഇതെല്ലാം എഴുതി വരുന്നതെന്ന് ചോദിച്ചു. ആൾക്ക് അപ്പോഴും അത് സംശയത്തിൻ്റെ രീതിയാണ് ആളെന്നോട് പറഞ്ഞത്. ഞാനത് കാര്യമാക്കിയില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന് ഞാൻ എൻ്റെ മോടെ ഇതുപോലെ അനുഭവമുണ്ട്, ഈ കഥകളും എല്ലാം പറഞ്ഞു കൊടുത്തു. ഇതുപോലല്ലേ ഞങ്ങൾ അവിടെ ചെന്ന് സാക്ഷ്യം പറയുമ്പോഴല്ലേ അത് കള്ളമല്ലല്ലോ, അതേ രീതിയിലാണെന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് യേശുദേവനെയും എൻ്റെ അമ്മ മാതാവിനെയും ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞ് ആളിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതുപോലെ ഓരോ അനുഭവങ്ങളും അമ്മ മാതാവ് തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിലും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും എല്ലാവർക്കും അനുഭവമായി ചെറിയ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രേക്ഷിതവേല ഞാൻ പത്രം കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് കാല് വയ്യാത്തവർക്ക് വീൽ ചെയർ മേടിച്ച് കൊടുക്കും. പിന്നെ എനിക്ക് ആഹാരങ്ങൾ ഞങ്ങൾ പൊതികെട്ടി ഞങ്ങൾ കുടുംബത്തോടെ കുഞ്ഞുങ്ങളുമായിട്ട് കൊണ്ട് ഹോസ്പിറ്റലിലും അവിടെ പാവം പിടിച്ച ആൾക്കാർക്ക് കൊടുക്കും. പിന്നെ ഞാൻ പൈസ എടുത്തിട്ട് ആഹാരം മേടിച്ച് ആഹാരം കഴിക്കാത്ത ആൾക്കാർക്ക് അതും ചെയ്തു കൊടുക്കും. പിന്നെ എന്നെക്കൊണ്ടാകുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. പ്രായം ചെന്ന ആൾക്കാർക്ക് ഞാൻ മരുന്നും കാര്യങ്ങളും മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ആശുപത്രിയിൽ കൊച്ചു പിള്ളേരുമായിട്ട് കിടക്കുന്ന കുട്ടികൾക്ക് ഞാൻ മരുന്നും മറ്റ് കാര്യങ്ങളും അവർക്ക് വേണ്ടിയതും മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ വീടുകളിൽ പ്രായമായവരുടെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരവരെ കാണാൻ പോകാറുമുണ്ട്.
അതുപോലെ കാരുണ്യമായിട്ട് ഇത്രയൊക്കെയാണ് എനിക്ക് ചെയ്ത് അമ്മ മാതാവ് എനിക്ക് വേണ്ടി അനുഗ്രഹം തന്നിട്ടുള്ളത്. അതിന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 39-ാം തിരുവചനം. നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി.